അസ്സലാമലൈക്കും. കഴിഞ്ഞ തവണ സ്പൈഡർ റോസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടിരുന്നു. ഇത്തവണ അതേ കാറ്റഗറിയിൽ പെടുന്ന റിബ്ഡ് സ്പൈഡർ സ്റ്റിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഞാൻ അതിനായിട്ട് ഡിസൈനൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഞാൻ ഇത്തവണ സെലക്ട് ചെയ്തിരിക്കുന്ന കളേഴ്സ്. അപ്പോൾ ഫസ്റ്റ് 2 ഫ്ലവേഴ്സ് സിംഗിൾ കളർ കൊണ്ടാണ്, രണ്ടാമത്തത് ഡബിൾ കളർ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. സ്പൈഡർ ഓഫ് ദി റോസിൽ ചെയ്തതുപോലെ തന്നെ ഞാൻ സ്റ്റിച്ചുകൾ വരേണ്ട ഭാഗത്തേക്ക് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 6-7 നൂലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് എത്ര റണ്ണിങ് ഇട്ട് കൊടുക്കണമെന്ന് താല്പര്യമുണ്ട് അത്രയും ഇട്ട് കൊടുക്കാവുന്നതാണ്. അൺഈവൻ നമ്പർ തന്നെ ഇടണം, ഈവൻ നമ്പർ തന്നെ ഇടണം, അങ്ങനെയൊന്നും ഇല്ല. സ്പൈഡർ ഓഫ് ദി റോസിൽ ചെയ്തതുപോലെ തന്നെ സെൻറ്ററിൽ നിന്നും സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുക. അടയാളപ്പെടുത്തിയ ഭാഗത്തേക്ക് റണ്ണിങ് ഇട്ട് കൊടുക്കുക. കുറച്ച് ടൈറ്റായിട്ട് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ റണ്ണിങ് ഇട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്പൈഡർ ഓഫ് ദി റോസിൽ ചെയ്തതുപോലെ തന്നെ സെൻറ്ററിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ സെൻറ്ററിൽ സൂചി ഒരു പോയിൻറ്റിൽ കുത്തി മുകളിലേക്ക് എടുക്കുകയാണ്. നമ്മൾ സ്പൈഡർ ഓഫ് ദി റോസിൽ ഒരു ത്രെഡിൻ്റെ അടിയിൽ കൂടിയാണെങ്കിൽ അടുത്ത ത്രെഡിൻ്റെ മുകളിൽ കൂടി എന്ന രീതിയിൽ വേവ് പോലെയാണ് ചെയ്തത്. പക്ഷേ ഇതിലങ്ങനെയല്ല, എല്ലാ ത്രെഡിലും ഓരോ റൗണ്ട് നൂല് ചുറ്റി ചുറ്റി വേണം എടുക്കാൻ. ഫസ്റ്റ് നമ്മളൊരു നൂലിൻ്റെ അടിയിൽ കൂടി നീഡിലെടുക്കുക. എടുത്തതിന് ശേഷം അതേ ത്രെഡിൻ്റെ അടിയിൽ കൂടി തന്നെ ഒരു തവണ കൂടി അങ്ങ് എടുക്കുക. ഒരു ത്രെഡിൻ്റെ അടിയിൽ കൂടി നീഡിലെടുക്കുക. വീണ്ടും അതേ ത്രെഡിൻ്റെ അടിയിൽ കൂടി ഒരു തവണ കൂടെ എടുക്കുക. അപ്പോൾ ആ നൂലിൽ ഒരു ചുറ്റി വീഴും. അങ്ങനെ ചുറ്റിച്ച് റൗണ്ടിൽ ഫുള്ളായിട്ട് പതിയെ കൊണ്ടുവരിക. കുറച്ച് സമാധാനത്തിൽ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ഗ്യാപ്പ് വീഴും. ഗ്യാപ്പ് വീണാൽ ഒരു ഭംഗി ഉണ്ടാവില്ല. ഗ്യാപ്പ് വീഴാണ്ട് പതിയെ ഇങ്ങനെ ചെയ്ത് ഫിനിഷ് ചെയ്യുക. ഇനി റിബ്ഡ് സ്പൈഡർ റോബിൽ തന്നെ ഇനി മറ്റൊരു രീതിയിലും ചെയ്യാവുന്നതാണ്. ആ രീതി ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഫ്ലവറിൻ്റെ മുക്കാൽ ഭാഗം നമ്മളിവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ഇട്ട് കൊടുത്ത ഓരോ റണ്ണിങ്ങിലും നമ്മൾ സെക്കൻഡ് ഉപയോഗിക്കുന്ന ത്രെഡ് ഉപയോഗിച്ച് ഓരോ റൗണ്ട് ചുറ്റിയ ശേഷം റൗണ്ട് ചെയ്ത് അങ്ങനെ കൊണ്ടുവരിക. സിംഗിൾ കളർ കൊണ്ടുള്ള ഫ്ലവർ നമ്മളിവിടെ ഫിനിഷ് ചെയ്തു. ഇനി ഡബിൾ കളർ കൊണ്ട് ചെയ്യാനായിട്ട് നമ്മൾ വരച്ച വൃത്തത്തിൻ്റെ ആ വൃത്തം രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യുക. അതിൻ്റെ നടുവിൽ തന്നെ അതിനെ ഭാഗിച്ചുകൊണ്ട് മറ്റൊരു വൃത്തം വരയ്ക്കുക. ഇതിൽ നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ആ ഫസ്റ്റ് കളർ വരേണ്ട ഭാഗം വരെ നമ്മൾ ഫസ്റ്റ് ഫ്ലവർ ചെയ്തതുപോലെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ആ സ്റ്റിച്ച് ഫിനിഷ് ചെയ്ത ഭാഗത്തു നിന്ന് നമ്മൾ രണ്ടാമത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കളർ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റിച്ച് അതുപോലെ തന്നെയാണ്, പക്ഷേ കളറ് നമ്മൾ ഭാഗിച്ചെടുക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് ഉദ്ദേശിക്കുന്ന കളറ് നമ്മൾ അടയാളപ്പെടുത്തിയ ഭാഗം വരെ ചെയ്ത് നിർത്തിയ ശേഷം ആ നിർത്തിയ പോയിന്റിൽ നിന്ന് രണ്ടാമത്തെ കളർ കൊണ്ട് സ്റ്റാർട്ട് ചെയ്ത് പോവുക. സ്റ്റിച്ച് ചെയ്യുന്ന വിധം ഞാൻ ഒന്നും കൂടി വിവരിക്കാം. ഫസ്റ്റ് നമ്മൾ റണ്ണിങ് ഇട്ട് കൊടുക്കുക. റണ്ണിങ് ഇട്ട് കൊടുത്തതിൻ്റെ സെൻറ്റർ പോയിന്റിൽ നിന്നും ചുറ്റിക്കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന നൂല് മുകളിലേക്ക് എടുക്കുക. ഓരോ റണ്ണിങ്ങിലൂടെയും 2 തവണ നൂല് ചുറ്റിക്കൊടുക്കുക. സാവധാനം പതിയെ അടുപ്പിച്ച് ഗ്യാപ്പ് വീഴാതെ ചെയ്തു കൊടുക്കുക.
ഇത്രയൊക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ സ്റ്റിച്ച് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ഇവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഈ സ്റ്റിച്ച് ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവർക്കും ഞാൻ പറഞ്ഞു തന്നത് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വരുന്ന വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ കാറ്റഗറിയിൽ വരുന്ന മറ്റൊരു സ്റ്റിച്ചുമായിട്ടാണ് വരുന്നത്. അപ്പോൾ എംബ്രോയ്ഡറി ഇഷ്ടമുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. പുതുതായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.